നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരം സെൻട്രൽ ഇടം പിടിച്ചതോടെ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ ബി.ജെ.പി പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ എൽ.ഡി.എഫിന്റെ ആന്റണി രാജുവാണ് മണ്ഡലത്തിലെ എം.എൽ.എ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ബി.ജെ.പിക്ക് ഏറെ അനുകൂലമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2 തവണ ഇവിടെ എം.എൽ.എ ആയ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ഈ സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന മുന്നണിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇടതുമുന്നണിയുടെ വോട്ട് വലിയ തോതിൽ ചോരുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കൂടാതെ കേരളത്തിൽ SIR-ൽ ഏറ്റവും കൂടുതൽ വോട്ട് മാറ്റപ്പെട്ടത് തിരുവനന്തപുരം മണ്ഡലത്തിലാണെന്നാണ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബി.ജെ.പി നഗരജില്ലാ അധ്യക്ഷൻ കരമന ജയനെ മത്സരരംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായാണ് വിവരം. കരമന ജയൻ ഇവിടെ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞുകയും ചെയ്തു. ബി.ജെ.പി മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ബി.ജെ.പി ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ നിലകളിലെല്ലാം കരമന ജയൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കരമന ജയൻ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു കഴിഞ്ഞു. 2021 ആന്റണി രാജു 47,000-ലേറെ വോട്ട് നേടിയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര തന്നെ വോട്ട് കിട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനാണ്. ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖർ 43,000-ലേറെ വോട്ട് നേടി 2ാം സ്ഥാനത്തുമെത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ ശതമാനവും വിലയിരുത്തിയാണ് ബി.ജെ.പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതേസമയം തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ എം.എൽ.എ ആന്റണി രാജുവിന്റെ വികസന മുരടിപ്പിനും ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ ജനം ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് നൽകി മറുപടി പറയുമെന്ന ഉറപ്പും ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. ഒരുപാട് പൗരാണിക അവശേഷിപ്പുകൾ ഇപ്പോഴും നിലവിലുള്ള സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന കേരളത്തിന് ആകെ മാതൃകയാകേണ്ട തലസ്ഥാന നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം. തീരദേശവും നഗരപ്രദേശവുമുള്ള സമൃദ്ധമായുള്ള തിരുവനന്തപുരം മണ്ഡലം പക്ഷേ കഴിഞ്ഞ 70 വർഷക്കാലമായി കടുത്ത അവഗണനയിലാണെന്ന് ബി.ജെ.പി നിലവിലെ എം.എൽ.എക്കെതിരെ അവതരിപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. നിങ്ങളെ തീരദേശവാസികളുടെ വോട്ട് വാങ്ങി തീരദേശ ജനങ്ങളെ പറ്റിച്ച് അവരുടെ വീടുകൾക്ക് സംരക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ 5 വർഷം കടന്നുപോയി. ആന്റണി രാജു 2.5 വർഷം 3 വർഷം വരെ ഇവിടെ മന്ത്രിയായിരുന്നു. എം.എൽ.എക്ക് മന്ത്രി എന്ന പദവി കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആന്റണി രാജുവോട് എം.എൽ.എയോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞ ജനാധിപത്യ കോൺഗ്രസിനോട് ചോദിച്ചിട്ട് കാരണം ഞാൻ ഇതുവരെ ഒരു ജനാധിപത്യ കോൺഗ്രസ്സുകാരനെയും കണ്ടിട്ടില്ല. പണ്ട് തീരദേശത്ത് ബി.ജെ.പിക്ക് ആളില്ല, 1-2 ആൾക്കാർ കാണും. ഇന്ന് ബി.ജെ.പിക്ക് ശക്തമായിട്ടുള്ള വേറുള്ള മണ്ണായി തീരദേശം മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സത്യമായി ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ആന്റണി രാജു എം.എൽ.എ പോയില്ലെങ്കിലും ബി.ജെ.പിയുടെ നേതാക്കന്മാരും ബി.ജെ.പിയുടെ പ്രവർത്തകരും അവിടെ ഓടിയെത്തുന്നുണ്ട്. അവിടെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട്, പരിഭവങ്ങൾ കേൾക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിയുമ്പോൾ, റിസൾട്ട് കഴിയുമ്പോൾ ഈ തിരുവനന്തപുരം അനന്തപുരിയിലെ 4 നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 നിയോജക മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിട്ടുള്ള എം.എൽ.എമാരെ സൃഷ്ടിച്ചെടുത്തിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവരുണ്ട്. അന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ പോലും പത്രസമ്മേളനം കേട്ട് പലരും കളിയാക്കി. തിരുവനന്തപുരത്ത് ബി.ജെ.പി പ്രവർത്തകനായിട്ടുള്ള മേയറോ അട്ടഹസിച്ച് ചിരിച്ച CPM സഖാക്കന്മാർക്ക് കൊടുത്ത തിരിച്ചടിയാണ് തിരുവനന്തപുരത്ത് ഇന്ന് V.V. രാജേഷ് എന്ന് പറയുന്ന ബി.ജെ.പിയുടെ മേയർ ഭരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. UDF MLA ഉണ്ടായ കാലത്തും ഇവിടെ ഒന്നും നടന്നിട്ടില്ല. LDF MLA ഉണ്ടായ കാലത്തും ഒന്നും നടന്നിട്ടില്ല. മന്ത്രിമാർ ഉണ്ടായിരുന്ന കാലത്തും ഒന്നും നടന്നിട്ടില്ലെന്നും ബി.ജെ.പി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ഒരു മണ്ഡലമാണ് ഇന്ന് തിരുവനന്തപുരം. സർക്കാർ പാർക്കിംഗ് സൗകര്യം തീരെ ഒരുക്കിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു സമഗ്ര പഠനം നടത്തി പ്രശ്നം പരിഹാരത്തിന് MLA മെനക്കെട്ടിട്ടില്ലെന്നും ആരോപണമുണ്ട്. അതേസമയം ചരിത്രപ്രസിദ്ധമായ ചാല മാർക്കറ്റിന്റെ നവീകരണം ചർച്ചയിൽ മാത്രമായി ഒതുങ്ങുകയാണ്. വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും യാതൊരു സൗകര്യവും നൽകിയില്ലെന്നും ഒരു സൈക്കിൾ പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത, ശുചിത്വമില്ലാത്ത ചാലയെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നെന്നും ബി.ജെ.പിയുടെ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ഒരു മണ്ഡലമാണ് ഇന്ന് തിരുവനന്തപുരം. സർക്കാർ പാർക്കിംഗ് സൗകര്യം തീരെ ഒരുക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു സമഗ്ര പഠനം നടത്തിയ പ്രശ്നപരിഹാരത്തിന് MLA മെനക്കെട്ടില്ലെന്നും ആരോപണമുണ്ട്. ക്ലിപ്പാലം ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരം കാണുന്ന രീതിയിൽ ചാല വികസിക്കേണ്ടതുണ്ടെന്നും ചാല കമ്പോലത്തിൽ വരുന്നവർക്ക് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ചാലയിലെ വ്യാപാര മെച്ചവും ഇന്ന് നഗരനിവാസികളുടെ ഒരു അഭയ കേന്ദ്രമാണ് ചാല. അതിനുവേണ്ടി MLA ഒന്നും ചെയ്തിട്ടില്ലെന്നും ബി.ജെ.പിയുടെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ മറ്റൊരു പരാജയം അവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. ഇക്കഴിഞ്ഞ പൊങ്കാലക്കാലത്ത് ജനം അത് മനസ്സിലാക്കിയ കാര്യവുമാണ്.
വളരെ മന്ദഗതിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ പരാജയത്തിന്റെ ഒരു ഉദാഹരണമാണെന്നും BJP ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഒരുപാട് കോളനികളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കോളനികളുടെ നവീകരണത്തിലും പരാജയം മാത്രമാണെന്നും BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള കോട്ടമതിലുകളും. കോട്ടകളും സമ്പൂർണ്ണ തകർച്ച നേരിടുകയാണ്. പടിഞ്ഞാറേക്കോട്ട, വടക്കേക്കോട്ട, തെക്കേക്കോട്ട എന്നിവ ഉദാഹരണമാണ്. കോട്ടകൾ സംരക്ഷിക്കാനും കോട്ട കയ്യേറ്റം തടയാനും MLA പരാജയപ്പെട്ടെന്നും BJP ആരോപിക്കുന്നു. ശംഖുമുഖം റോഡ് തകർന്നപ്പോഴും ആറാട്ടുമണ്ഡപം തകർച്ച നേരിട്ടപ്പോഴും MLA അവിടെ കണ്ടില്ലെന്നും ആരോപണമുണ്ട്. നിലവിലെ MLA ആന്റണി രാജു മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയില്ലെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് BJP കുറ്റപത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുന്നെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് BJP മണ്ഡലം പിടിക്കാനായി കളത്തിലിറക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തെ അടുത്തറിയുന്ന ശക്തനായ നേതാവ് കരമന ജയനെ കളത്തിലിറക്കുന്നതോടെ BJP മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു.